കേരളത്തിലോടുന്ന വന്ദേ ഭാരത് ട്രെയിനുകളിലെ മോശം ഭക്ഷണം സംബന്ധിച്ച വ്യാപക പരാതി ഉയർന്നിട്ടും കരാർ റദ്ദാക്കാൻ കഴിയാതെ ദക്ഷിണ റെയിൽവേ. മോശം ഭക്ഷണം വിതരണം ചെയ്തുവെന്ന പരാതികളിൽ കരാറുകാരനായ ബൃന്ദാവൻ ഫുഡ്സിനെതിരെ നടപടിക്ക് ശ്രമിച്ചപ്പോൾ കരാർ കമ്പനി ചെന്നൈ ഹൈക്കോടതിയെ സമീപിച്ച് സ്റ്റേ വാങ്ങിയിരുന്നു. കേസ് ഹൈക്കോടതിയിൽ തുടരുകയാണ്. ഭക്ഷണം സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പരാതികൾ തിരുവനന്തപുരം മംഗളൂരു വന്ദേ ഭാരതിലാണ്. മുൻപ് കാലാവധി കഴിഞ്ഞ ജ്യൂസ് വിതരണം ചെയ്തത് പരാതിക്കിടയാക്കിയെങ്കിൽ കഴിഞ്ഞ ദിവസം ട്രെയിനിൽ വിതരണം ചെയ്ത പരിപ്പ് കറിയിൽ പുഴുവിനെ കണ്ടതാണ് പുതിയ പരാതി. ദക്ഷിണ റെയിൽവേ കരാർ നൽകിയ ട്രെയിനുകളായതിനാൽ സോണൽ ഓഫീസ് നടപടിയെടുക്കട്ടെ എന്ന നിലപാടിലാണ് ഡിവിഷനുകൾ. ഇന്ത്യൻ റെയിൽവേ കേറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ തങ്ങളല്ല കരാർ നൽകിയതെന്ന നിലപാടിലാണ്. വന്ദേ ഭാരതിലെ ഭക്ഷണം മെച്ചപ്പെടുകയും പരാതികൾ കുറയുകയും ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് IRCTCയിൽ നിന്നും മാറ്റി സോണൽ റെയിൽവേയെ കരാർ നടപടികൾ ഏൽപ്പിച്ചത്. എന്നാൽ തീരുമാനം ഗുണത്തെക്കാളേറെ ദോഷം ചെയ്തുവെന്നാണ് തുടർച്ചയായ പരാതികൾ സൂചിപ്പിക്കുന്നത്. IRCTC തയ്യാറാക്കിയ റെയിൽവേ കേറ്ററിംഗ് പോളിസി കരാർ കമ്പനികൾക്ക് അനുകൂലമായതിനാൽ സോണൽ റെയിൽവേക്ക് നടപടിയെടുക്കാൻ പരിമിതികളുണ്ടെന്നാണ് ആക്ഷേപം. പിഴയായി ലക്ഷങ്ങളാണ് കരാർ കമ്പനികൾ റെയിൽവേയിൽ അടയ്ക്കുന്നത്. പിഴയടച്ച ശേഷം വീണ്ടും മോശം ഭക്ഷണം നൽകി അധികം ലാഭമെടുക്കാനാണ് കമ്പനികൾ ശ്രമിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ആക്സിസ് ന്യൂസ്.